തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. താനൂർ ഒട്ടുംപുറം ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സാക്ഷി വിസ്താരം ആരംഭിച്ചു. അപകടത്തെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും അറിവുള്ള 103 സാക്ഷികളെയാണ് വിവിധ ദിവസങ്ങളിലായി വിസ്തരിക്കുന്നത്. ആദ്യ ദിവസം 15 സാക്ഷികളിൽ നിന്ന് 3 പേരെയാണ് വിസ്തരിച്ചത്. സാക്ഷി വിസ്താരം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാകുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനൻ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ഒട്ടുംപുറം ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ സാക്ഷി വിസ്താരം ആരംഭിച്ചു. തിരൂർ റെസ്റ്റ് ഹൌസിൽ ആദ്യദിനം ഹാജരായ സാക്ഷികളിൽ 3 പേരെയാണ് വിസ്തരിച്ചത്. 15 പേരെയാണ് ആദ്യ ദിവസം വിസ്തരിക്കുമെന്ന് അറിയിച്ചത്. എന്നാൽ ഇതിൽ 2 പേർ ഹാജരായിരുന്നില്ല. ബാക്കിയുള്ളവരെ വിസ്തരിക്കേണ്ടതില്ലെന്ന് കമ്മീഷൻ അഭിഭാഷകൻ അനിൽകുമാർ അറിയിച്ചു. സാക്ഷി വിസ്താരം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനാകുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് വി.കെ. മോഹനൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു കാരണം വെച്ചാൽ ഇങ്ങനെ ആൾക്കാർ ചിലർ സമയം ചോദിക്കും. അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇന്നിപ്പോൾ സുഖമില്ലാത്ത ഒരാളാണ് സമയം ചോദിച്ച് നമുക്കത് കൊടുക്കാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും വന്നാൽ അതനുസരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ഒരേ കൃത്യസമയത്ത് വന്ന് സഹകരിക്കുകയാണെങ്കിൽ നീട്ടിപ്പോകാതെ അവസാനിപ്പിക്കാൻ പറ്റും. രാവിലെ 11 മണിയോടെ ആരംഭിച്ച സാക്ഷി വിസ്താരം വൈകിട്ട് 6 മണിയോടെയാണ് സമാപിച്ചത്. 16 മുതൽ 30 വരെയുള്ള സാക്ഷികളെ തുടർ ദിവസങ്ങളിൽ വിസ്തരിക്കും. വെട്ടം ന്യൂസ്, തിരൂർ.